കാണാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര റിസൾട്ട് എന്ന് ഞാൻ പറയത്തില്ല. ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മുഖത്തിട്ട് പണിഞ്ഞാലോ. അങ്ങനെ ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഞാൻ വെച്ച് ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് മുഖത്ത് പരീക്ഷിക്കാമെന്ന്. കാരണം ഞാൻ അങ്ങനെ ഒന്നും യൂസ് ആക്കത്തില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ടാനും ഒക്കെ ഉണ്ട് എൻ്റെ ഫേസിൽ. അങ്ങനെ മടിയൊക്കെ കുറച്ച് മാറ്റണമല്ലോ. അപ്പോൾ ഇതേപോലെയുള്ള എപ്പോഴെങ്കിലുമൊക്കെ തോന്നുന്ന സമയത്താണ് ഞാൻ എന്തെങ്കിലുമൊക്കെ മുഖത്ത് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഫേസിൽ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഐസ് ക്യൂബ്സ് ആണ് ഇത് ഫേസിലാക്കുന്നത്. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, കാരണം നമുക്ക് നല്ല ഗ്ലോയിങ് സ്കിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഞാൻ ഒരു രണ്ടാമത്തെ വട്ടമാണ് ഇത് യൂസ് ആക്കുന്നത്. കാരണം ഇതാണെങ്കിൽ നമുക്ക് വലിയ ചിലവില്ല, കാരണം ഇത് ഒരു ദിവസം ഒറ്റ ഒരെണ്ണം മതി. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു കുറച്ച് നേരം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴിയാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് നോക്കിയപ്പം എൻ്റെ ഫ്രണ്ട്സ് വന്നത് പിന്നെ വേറെ ആരുമില്ല, എൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം കല്യാണിയുടെ ഫ്രണ്ടിനെയും കൊണ്ട് വന്നതാണ്. കാരണം അവൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ സ്ഥലം കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. അങ്ങനെ അവർ പോയി. ഇനിയിപ്പം നമ്മളെ പരിപാടി തുടങ്ങിയാലോ. അങ്ങനെ ആദ്യം തന്നെ ബൗളിനകത്ത് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളിയും കസ്തൂരി മഞ്ഞളും റോസ് വാട്ടറും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ മുഖത്ത് പരീക്ഷിക്കാൻ പോകുന്നത്. കാരണം ഇത് ഞാനാണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വെള്ളവും ചേർത്ത്, പിന്നെ വെള്ളം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ എല്ലാം കൂടെ ഇച്ചിരി നല്ലപോലെ മിക്സാക്കി ഒരു പേസ്റ്റ് രൂപത്തിലാക്കി. പിന്നെ ആണെങ്കിൽ എൻ്റെ അതിനകത്ത് തീർന്നിട്ടുണ്ടായി, കാരണം തട്ടി വീണും കുറേ പോയിട്ടുണ്ട്. പിന്നെ അത് ഇച്ചിട്ടുള്ളത് ഫുള്ള് ഞാൻ അതിനകത്ത് ഇട്ട് ഇളക്കി നല്ലപോലെ മിക്സാക്കി. ചിലവർ നിൽക്കുമ്പം അതിൽ നിന്ന് നീര് വരും. ഞാൻ നോക്കിയപ്പം കണ്ടു ഇങ്ങനെ ഇരിക്കും. ഇച്ചിരി കൂടെ നന്നായതെങ്കിൽ മുഖത്തെങ്കിലും തേക്കായിരുന്നു. നല്ല തണുപ്പുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടായിരിക്കും. അങ്ങനെ ബാക്കി വന്ന തക്കാളി ഞാനാണെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം നമുക്ക് വേസ്റ്റ് ആക്കാൻ ഇല്ലല്ലോ. അങ്ങനെ ഞാൻ തക്കാളി ആണെങ്കിൽ ഫുൾ ഫേസിൽ അപ്ലൈ ആക്കി. എന്നിട്ട് നമുക്ക് ഇനി ഒരു സൈഡിലാണ് ഞാൻ ഇനിയിപ്പോൾ ഈ സാധനം തേക്കുന്നത്. കാരണം വേറൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ മാറ്റി ഉണ്ടോയെന്ന് അറിയണമല്ലോ. ഞാൻ എപ്പോൾ അപ്ലൈ ആക്കിയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പണി ഇട്ടിട്ടുണ്ട്, കാരണം കൂടുതലും പിമ്പിൾസാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ ട്രൈ ആക്കാത്തതും ഇല്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഒരു സൈഡിൽ തേക്കുന്നത് വെച്ചാൽ നമുക്ക് റിസൾട്ട് അറിയാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നല്ല റിസൾട്ടൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ചെറിയൊരു റിസൾട്ടാണ് എനിക്ക് തോന്നിയത്, ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള കളർ. പക്ഷേ ഇതാരും ചെയ്യില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ, കാരണം എനിക്ക് അത്രയ്ക്ക് പുകച്ചിലുണ്ടായിരുന്നു. പക്ഷേ ചെറുതായിട്ട് ഒരു മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഫേസിലായതുകൊണ്ടായിരിക്കും. പക്ഷേ ഇത്താടെ ഫേസിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ആൾക്ക് ഇതേപോലെ നല്ല മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ഫേസിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും. എന്തായാലും എനിക്ക് ഒരു ചെറിയ പുകച്ചിലുണ്ടെങ്കിലും പക്ഷേ റിസൾട്ട് കിട്ടി എന്തായാലും. 20 മിനിറ്റ് ഒരു മാറ്റമില്ല. നമ്മൾ കഴുകി ഗൈസ്. കാണാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര റിസൾട്ട് എന്ന് ഞാൻ പറയത്തില്ല. ചെറിയൊരു ലൈറ്റ് കളറായിരുന്നു തോന്നുന്നു, പക്ഷെ ഭയങ്കര പുകച്ചില്. ഇത് കാണിച്ചു തരാം. വ്യത്യാസമുണ്ട്, പക്ഷെ ഫേസിന് വ്യത്യാസമുണ്ട്, പക്ഷെ അരിച്ചില്ല. അപ്പം ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഐസ് കിട്ട കുത്തേണ്ട അവസ്ഥയെ പൊള്ളുന്നു. അപ്പം സംഭവം ഒക്കെയാണെന്ന് തോന്നുന്നു, പക്ഷെ ഭയങ്കര പുകച്ചിലുണ്ട് ഫേസിൽ. എനിക്ക് മഞ്ഞൾ പിടിക്കാത്തതിൻ്റെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ചെറിയൊരു വ്യത്യാസം ഇതിലുണ്ട്. പിന്നെ എന്തായാലും ബാക്കിയുണ്ട്. അപ്പം ഇതും കൂടെ നമുക്ക് ഇതിലൊരു ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പിമ്പിൾസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ ചെറുതായിട്ട് 1-2 പിമ്പിൾ വന്നെന്ന് തോന്നുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.